ഇനി പറയട്ടെ, മരിച്ചുപോയ ആളുകളോട് വല്ലതും പറഞ്ഞാൽ അത് ശിർക്കാകുമെങ്കിൽ ചോദിക്കട്ടെ മൗലവിമാരെ, എന്റെ കയ്യിലുള്ള കിതാബ് എഴുതേതാണ്? അതേ ഇമാം ഹക്കീം തിർമിദി റളിയല്ലാഹു അൻഹു കിതാബാ. അതേ 320 വഫാത്തായി പോയ മഹാൻ, അഥവാ ഉത്തമ 3 നൂറ്റാണ്ടിൽ ജീവിച്ച മഹാന്റെ കിതാബാണ്. ആ കിതാബിന്റെ പേരാണ് കിതാബുൽ ഹജ്ജി വ അസ്റാറു. അതേ ഹജ്ജും അതിന്റെ രഹസ്യങ്ങളും എന്ന പേരിലുള്ള ഗ്രന്ഥം ഇമാം ഹക്കീം തിർമിദിയുടെ കിതാബാണ്. ഏകദേശം 1100 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചു പോയ ഖൈറുൽ ഖുറൂനി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഉത്തമ 3 നൂറ്റാണ്ടിൽ ജീവിച്ച മഹാന്റെ കിതാബാണ്. ആ കിതാബിന്റെ 138-ാമത്തെ പേജിൽ അതാ രേഖപ്പെടുത്തുന്നത് കേട്ടോ. മഹാന്മാരായ മുൻഗാമികൾ എന്താ ഇസ്ലാം പഠിപ്പിച്ചു തരുന്നത്? നിങ്ങളെ പോലെയുള്ള ഇസ്ലാമല്ലടോ ആ മഹാൻ രേഖപ്പെടുത്തുന്നത് കേട്ടോ. റസൂലുള്ളാഹി തങ്ങളെ സിയാറത്ത് ചെയ്യുമ്പോൾ സലാം പറഞ്ഞ് അള്ളാന്റെ റസൂലിലേക്ക് മുന്നിടണം. അള്ളാന്റെ റസൂലും അവിടെ കൂടെ കടക്കുന്ന ഉമർ ഖത്താബിനും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുമാ അവർക്ക് സലാം പറയണം. അള്ളാനെ കൊണ്ട് നല്ല വിചാരിക്കണം. എന്നിട്ട് എന്താ ചെയ്യേണ്ടത് കേട്ടോ? മരിച്ചവരോട് വല്ലതും പറഞ്ഞാൽ അത് ശിർക്കാകൂന്നല്ലേ പറഞ്ഞത്? ആരാധനയാണ് എന്നല്ലേ നേരത്തെ പറഞ്ഞത്? കേട്ടോ മൗലവി, മഹാനായ ഹക്കീം തിർമിദി തങ്ങൾ പറയുന്നു, അദ്ദേഹത്തിന്റെ എല്ലാ ഉദ്റുകളും അവലാദികളും സങ്കടങ്ങളും പറയണം. ഇലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, വഫാത്തായ റസൂലുള്ളാഹി തങ്ങൾ അടുത്ത് പോയി നബിയോട് പറയണം കേട്ടോ. എല്ലാ ഉദുറുകളും എല്ലാ അവന്റെ വക്കുന്നുണ്ടാകുന്ന വീഴ്ചകൾ വല്ലതും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാന്റെ റസൂലിന്റെ അടുത്ത് പോയി പറയണം. അതേ നബിയോട് മാത്രമല്ല, അബൂബക്കർ സിദ്ദീഖ് തങ്ങളും ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോടും പറയണം. ഫീമാ കാന മിൻഹു മിനൽ ഖിലാഫി ഫീ ബഅദി സുനനി വൽ മസാനാസികി, ഹജ്ജ് ചെയ്യുമ്പോൾ വല്ല കുറവുകളും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മറ്റു വല്ല പ്രമാദങ്ങളും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ആരോട് പോയി ഉദ്ർ ബോധിപ്പിക്കണം? അള്ളാന്റെ റസൂലിനോട് പറയണേ. മരിച്ചുപോയ ആളോട് പറയുന്നത് ശിർക്കാണെങ്കിൽ ഈ മഹാന്മാർക്ക് ശിർക്കറിയില്ലടോ. ഇവർക്ക് തൗഹീദ് അറിയില്ലേ? ഇസ്ലാം അറിയില്ലേ? 1100 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ച് മരിച്ചുപോയ ഇമാം ഹക്കീം തിർമിദിയാണ് പറയുന്നത്. ഇനിയും കേട്ടോ, അവർ അള്ളാഹുവിലേക്ക് ശിഫാറസുകാരനാക്കണേ, അള്ളാഹിന്റെ റസൂലിനെ ശിഫാറസുകാരനാക്കണേ. അതുപോലെ ഉമർ ഖത്താബിനെയും അബൂബക്കർ സിദ്ദീഖ് തങ്ങളെയും അവരെയും അള്ളാഹുവിലേക്ക് ശഫാഅത്ത് ചെയ്യുന്ന ആളുകളാക്കണം. അവരോട് ശഫാഅത്ത് തേടണം. സുബ്ഹാനല്ലാഹ്. രേഖപ്പെടുത്തുന്നത് ഹിജ്റ 320 വഫാത്തായി പോയ ഒരുപാട് കിതാബുകൾ എഴുതിയ മഹാനായ ഹക്കീം തിർമിദി റളിയല്ലാഹു അൻഹു ആണ്. ആ മഹാന്മാരെ കുറ്റപ്പെടുത്തിയിട്ട് ദീനില്ല, അവരെ ആക്ഷേപിച്ചുകൊണ്ട് തെറി പറഞ്ഞ് അവരെ തള്ളിക്കളഞ്ഞിട്ട് ഒരു ഇസ്ലാം നമുക്ക് വേണ്ട. മഹാന്മാര് പഠിപ്പിച്ച പാതയിലാ ഞങ്ങളൊക്കെ ഉള്ളത്. മൗലവിമാര് പഠിപ്പിച്ച